എന്തായാലും ആ യഥാർത്ഥ സ്വർണ്ണക്കപ്പ് കാരണം നേരത്തെ മാതൃകയായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ആ യഥാർത്ഥ സ്വർണ്ണക്കപ്പ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വളരെ വൈവിധ്യമാർന്ന രീതിയിൽ തന്നെ ഈ കലോത്സവത്തിന്റെ സംഘാടനം വളരെ കരുത്തുറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇത്തവണ അത് ഏറ്റുവാങ്ങുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു. മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ രാജനും ഒപ്പം തന്നെ സനീഷ് കുമാർ ജോസഫ് MLAയും നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഇവർ മൂന്നുപേരും ചേർന്ന് ഇതാ സ്വീകരിക്കുന്നു. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അടക്കമുള്ളവർ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ തൃശ്ശൂർ ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും പൂരമായാലും പുലിക്കളിയായാലും എത്ര ആവേശമുണ്ടോ അതേ ആവേശത്തിൽ തന്നെ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി സംഘാടകർ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഏറ്റുവാങ്ങിയിരിക്കുന്നു സ്വർണ്ണക്കപ്പ്. ഇനി നേരെ CMS കോളേജ് സ്കൂൾ പരിസരത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് പോയ ശേഷം അവിടെ നിന്നും നേരെ സ്വരാജ് റൗണ്ട് വലം വെച്ചുകൊണ്ട് നേരെ ഈ ഒന്നാം വേദിയിലേക്ക് എത്തിച്ചേരും. ആ കാഴ്ചയിലേക്ക്, ആ വൈവിധ്യത്തിലേക്ക്, വൈവിധ്യമാർന്ന നിറമാർന്ന കാഴ്ചയിലേക്ക് എല്ലാവരും പോകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ വാഹന വ്യൂഹം യാത്ര തിരിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വളരെ ആവേശത്തോടു കൂടി തന്നെ ഈ മേള സംഘടിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാവർക്കും ഇവിടുത്തെ ഭരണ നേതൃത്വം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.